ആരാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഇത്രയെങ്കിലും ഗുരുവായൂരപ്പനോട് ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമ്മൾ നിസ്സഹായരായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഗുരുവായൂരപ്പ എന്നൊരു വിളി വരികയാണെങ്കിൽ ആളവിടെ എത്തിയിരിക്കുന്നതാണ്. ഇതൊരിക്കലും അങ്ങനെ ഒരാൾ ഉണ്ടെന്നുള്ളൊരു തെറ്റിദ്ധാരണ മൂലം നമുക്കൊരു സമാധാനം കിട്ടുന്നതാണോ? ഒരിക്കലും അല്ല. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ കരുണാകര എന്ന് വിളിക്കുന്നത്, ദീനബന്ധു എന്ന് വിളിക്കുന്നത്. കാരുണ്യത്തിൻ്റെ ഒരു സമുദ്രമാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. ഇത് ഒരു ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ഒരു സങ്കല്പമല്ല, അൾട്ടിമേറ്റ് റിയാലിറ്റിയാണ്. സത്യം പരം ധീമഹി.